അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എടപ്പാൾ, വട്ടംകുളം, കാലടി എന്നീ 3 പഞ്ചായത്തുകളിലായി ഏകദേശം 5 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന കെയർ വില്ലേജ് സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പല രീതിയിലും ജാതി മത ഭേദമന്യേ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെയർ വില്ലേജ്. ഈ കെയർ വില്ലേജിൻ്റെ സ്വപ്ന പദ്ധതിയായ കെയർ റെസിഡൻഷ്യൽ ഫിസിയോതെറാപ്പി സെൻറ്റർ തുടങ്ങിയിട്ട് ഈ 2026 ജനുവരിയിലേക്ക് ഒരു വർഷം തികയുകയാണ്. ദിനേന ഏകദേശം 25ഓളം പേഷ്യൻസ് ഇവിടെ തെറാപ്പിക്കായി വരുന്നുണ്ട്. സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ മറ്റ് പല കാരണത്താൽ ശരീരം തളർന്നവർക്കാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനായി വിദഗ്ധരായ 2 തെറാപ്പിസ്റ്റുകളും നമുക്കുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ ഒരു നില അഡ്മിറ്റിനായി 25ഓളം പേർക്ക് നമുക്ക് അഡ്മിഷനും കൂടി ഇവിടെ കൊടുക്കാൻ കഴിയും. അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് കെയർ വില്ലേജിൻ്റെ പ്രവർത്തകർ. നമുക്കിനി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനോട് നേരിട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. ഇത് മുഹമ്മദ് കാടഞ്ചേരി. മൂപ്പര് ഏകദേശം എത്ര നിങ്ങൾ ഇവിടെ വരൽ തുടങ്ങിയിട്ട് നിങ്ങളെ എന്താണ് അനുഭവം എന്ന് പറയാമോ? ഇത് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമായി. വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. പോക്കും വരവൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം ഇൻഷാല്ലാ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അത് പിന്നെ എന്തോ ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് ഡൗണാണ്. എന്നാലും പിന്നെ എൻ്റെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ പോകാനും വരാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പം ജോലിയൊന്നുമില്ല. ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ ഇത് ഈ കാലിൻ്റെ ഇത് കാരണം, ശക്തി കുറവ് കാരണം വണ്ടിക്ക് പോകാനോ വരാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ബൈക്കൊക്കെ ഓടിച്ചിരുന്നു. അപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഇൻഷാല്ലാ എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടെ ഉള്ളവരായിട്ടുള്ള ഇടപഴക്കങ്ങളും മറ്റുള്ളവരുടെ സഹവാസങ്ങളും അങ്ങനെയെല്ലാം കൂടിയിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മളെ ഹംസാക്ക വന്നിട്ട് ഇവിടെ ഏകദേശം 5-6 മാസക്കാലമായി. വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ചെറിയ രീതിയിൽ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോക്ക് വന്നിട്ട് നല്ലൊരു സർജറി കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയിലാണ് ഇവിടെ വന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ വളരെയധികം മാറ്റമുണ്ട്. എന്താണ് ഹംസക്കാന്റെ അഭിപ്രായം? മാറ്റങ്ങൾ കൈയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഗിരീഷാണ്. ഞാൻ അയിലക്കാടാണ് എൻ്റെ വീട്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വന്നത്, സ്ട്രോക്ക് വന്നത്. ഏകദേശം 4 മാസമായി ഞാൻ ഇവിടെ വരൽ തുടങ്ങിയിട്ട്. ആഗസ്റ്റ് മാസം മുതലേ വരൽ തുടങ്ങിയത്. ആഗസ്റ്റ് 20-ാം തീയതി മുതലാണ് വന്നു തുടങ്ങിയിട്ട്. മാർച്ച് 25-ാം തീയതിയാണ് എനിക്ക് സ്ട്രോക്ക് ഉണ്ടായത്. ഇവിടെ വരുമ്പോൾ വീൽ ചെയറിലാണ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റമാണ് ഇവിടെ വന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം മെല്ലെ ഒരടി നടക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഇതാണ് എനിക്കിവിടെ വന്നിട്ടുണ്ടായിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷികമെന്നോണം നാളെ രാവിലെ 9:30 നടക്കാൻ പോകുന്ന ഈ ഒരു സംഗമത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് വളരെ ഹൃദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്.